Hi students, welcome to Sapphire Future Academy Board Booster Series. So നമ്മൾ ഇന്ന് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യമായിരുന്നു എന്താണ്, വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലെ. വേരിയേഷൻ പല കാരണം കൊണ്ട് എന്തുണ്ടാവും, അത് വേരിയേഷൻ ചെയ്യാം. സോ എന്തൊക്കെയാണ് 4 കാരണങ്ങൾ ഞാൻ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യണം. എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഷേപ്പ് ഓഫ് ദ എർത്ത് കാരണം എന്തുണ്ടാവുന്നുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട്. സോ ഹൈറ്റ് മാറുന്ന എന്ത് വരുന്നുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് എന്താണ്, ഡെപ്ത് മാറുന്ന എന്ത് വരുന്നുണ്ട്, വേരിയേഷൻസ് വരുന്നുണ്ട്. ദെൻ അടുത്ത എന്താണ്, റൊട്ടേഷൻ ഓഫ് എർത്ത് ആണ് അല്ലെ, അത് മാറുന്ന എന്ത് വരും, വേരിയേഷൻസ് വരും അല്ലെ. ക്ലിയർ അല്ലേ? സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നോക്കിക്കോളൂ. സോ നെക്സ്റ്റ് എന്താണ്, വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത്. ഓക്കെ, എർത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ്, സ്ഫിറിക്കൽ ആണോ അതോ എന്താണ് എലിപ്റ്റിക്കൽ ആണോ, എങ്ങനെയാണ് എർത്തിന്റെ ഷേപ്പ്? ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ് എന്തുള്ളത്, എർത്തിനുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താ റീസൺ എന്താ, അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? അതായത് ഇക്വേറ്ററിൽ എന്താണ് റേഡിയസ് കൂടുതലും, പോൾസിലേക്ക് പോകുമ്പോൾ എന്താണ് റേഡിയസ് കുറവായിരിക്കും അല്ലെ. സോ ഞാൻ ഇതിനെ ആർ പിയും ആർ ഇ എന്ന് എഴുതി അല്ലെ. റെഡി ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആർ പി ഈസ് ലെസ് ദാൻ എന്തായിരിക്കണം, ആർ ഇ ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി അറ്റ് പോൾസിലെ ഗ്രാവിറ്റി എത്ര ആയിരിക്കണം, gm ഡിവൈഡഡ് ബൈ എന്താണ്, ദാറ്റ് ഈസ് ആർ പി ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ഇതോ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ എത്രയാ വരിക, gm ഡിവൈഡഡ് ബൈ ആർ ഇ ഹോൾ സ്ക്വയർ വരും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ്, ആർ പി ഇസ് ലെസ് ദാൻ ആർ ഇ ആണ് അല്ലെ. അതായത് ആർ പി എന്ന് പറഞ്ഞാൽ ചെറിയ ഡിനോമിനേറ്റർ ആണ്. സോ അതിന്റെ ന്യൂമറേറ്റർ എന്തായിരിക്കണം, വലുതായിരിക്കണം അങ്ങനല്ലേ. സോ നമുക്ക് അത് വെച്ച് പറയുമ്പോൾ എന്ത് പറയാം, ജി പി ഇസ് ഗ്രേറ്റർ ദാൻ GE ആയിരിക്കും അല്ലെ. വിച്ച് മീൻ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പോൾസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എവിടെയാണ്, ഇക്വേറ്റർ അല്ലെ. അപ്പം ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മളിപ്പോ ഒരാളെ പിടിച്ചിട്ട് പോളിൽ കൊണ്ടുപോയിച്ചിട്ട് അയാളെ വെയിറ്റ് നോക്കി, അതുപോലെ തന്നെ ഇക്വേറ്ററിൽ കൊണ്ടുവച്ചിട്ട് അയാളെ വെയിറ്റ് നോക്കി, അയാൾക്ക് മീൻസ് ആ ഒരു വ്യക്തിക്ക് എവിടെ നിൽക്കുമ്പോഴായിരിക്കും വെയിറ്റ് കൂടുതൽ അനുഭവപ്പെടുക, പോൾസിൽ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ വെയിറ്റ് കൂടുതൽ അനുഭവപ്പെടുക. കാരണം എന്താ, പോൾസില് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലാണ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലാകുമ്പോൾ എന്ത് കൂടും, വെയിറ്റ് കൂടും. കാരണം എന്താ, W is equal to നിങ്ങൾ പഠിച്ചിട്ടുണ്ട് mg ആണ് അല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അപ്പൊ എർത്തിന്റെ ഷേപ്പ് മാറുന്നുണ്ട്, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിക്ക് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ. സോ ഈ രണ്ടാമത്തെ വേരിയേഷൻ ആണ്, ഏതാണ്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ആണ് അല്ലെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എർത്തിന്റെ ഫിഗർ വരയ്ക്കുകയാണ്. നമ്മൾ എർത്തിനെ സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ് കേട്ടോ. എലിപ്റ്റിക്കൽ ആണെങ്കിലും നമ്മൾ എന്താണ് ടോട്ടലി സ്ഫിയർ ആയിട്ടാണ് പറയാറ്. അതാണ് ഇങ്ങനെ തന്നെ വരച്ചു വെച്ചത് കേട്ടോ. അപ്പൊ എന്താണ് വരിക, സോ ഇത് എത്രയാണ്, റേഡിയസ് 6 ആണ് അല്ലെ, റേഡിയസ് 6 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അല്ലെ, ഇത്രയും ഹൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്ട് ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വിചാരിക്കുക. ഈ പോയിന്റിലേക്ക് ഹൈറ്റ് എത്രയാ, h ആണ്. ഈ ടോട്ടൽ ഹൈറ്റ് ഞാൻ സ്മോൾ ആർ എന്ന് കൺസിഡർ ചെയ്തു അല്ലെ. കാരണം എന്താ, വാട്ട് ഈസ് സ്മോൾ ആർ ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും എന്ന് വെച്ചാൽ അല്ലെ, എന്തായിരിക്കും വരിക, ജി ഈക്വൽ ടു, അതായത് ജി എച്ച് ഹൈറ്റ് എച്ച് അല്ലെ, എന്താ വരിക, ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ് അല്ലെ. ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ് അല്ലെ. സോ ബേസിക്കലി അപ്പൊ എന്ത് പറയാ, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞൂടെ, കാരണം ആർ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ആർ ആണ് അല്ലെ, ആർ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആറിന്റെ വാല്യൂ കൂടുമ്പോ എന്ത് കുറയും, ജിയുടെ വാല്യൂ കുറയുകയും ചെയ്യുക അല്ലെ. ജി ഡാഷ് എന്ന് പറയാം കേട്ടോ, ജി ഡാഷ്. അതായത് ആറിന്റെ വാല്യൂ കൂടുമ്പോൾ ജിയുടെ വാല്യൂ എന്താണ്, കുറയും. കാരണം എച്ചിന്റെ വാല്യൂ കൂടാന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ, ഈ സ്മോൾ ആറിന്റെ വാല്യൂ കൂടുകയാണ് അല്ലെ. സ്മോൾ ആറിന്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് കൂടും, കുറയും, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കുറയും അല്ലെ. അപ്പൊ ഹൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച് എന്ത് കുറയാൻ സാധ്യതയുണ്ട്, എന്ത് കുറയും, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കുറയും. അറ്റ് ഇൻഫിനിറ്റിയിലോ, നമ്മളിപ്പോ ഇതിന്റെ ഹൈറ്റിൽ ഒരു പർട്ടിക്കുലർ ഇൻഫിനിറ്റി എന്ന പോയിന്റിൽ എത്രയായിരിക്കും ഇത് വരിക, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി വരിക. ഇൻഫിനിറ്റിയിൽ ആർ ഈസ് ഇൻഫിനിറ്റി ആണെങ്കിൽ 1/r എന്ന് പറഞ്ഞ ടേം എത്രയായിരിക്കണം, 0 ആയി പോകും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ അവിടെ എത്രയായിരിക്കും, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി 0 ആയിരിക്കും. ഇൻഫിനിറ്റിയിൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്, 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എത്രയാന്നുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പൊ മനസ്സിലായി എന്താണ്, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്താ ചെയ്യുക, കുറയാണ് ചെയ്യുക അല്ലെ. കാരണം എന്താ, ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ.
സോ നോക്കിക്കോളൂ, ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. നെക്സ്റ്റ് ജി അറ്റ് സർഫസിലുള്ള ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ് അല്ലെ. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി അല്ലെ. ഞാനിപ്പം ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്തു വരിക. എന്താ വരിക? g ഡാഷ് ബൈ g is equal to എന്താ വരിക? gm ഡിവൈഡഡ് ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും? gm ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ് അല്ലെ. സോ ഇതിൽ gm കട്ട് ചെയ്ത് പോയി r സ്ക്വയർ എന്ത് വരും? ന്യൂമറേറ്ററിലേക്ക് വരും അല്ലെ. സോ g ഡാഷ് ബൈ g is equal to എന്താ വരിക? r സ്ക്വയർ ഡിവൈഡഡ് ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ന്യൂ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി g ഈക്വൽ ടു എന്ത് പറയാം? g ഇൻറ്റു g എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് g? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി അറ്റ് സർഫസ് ആണ് അല്ലെ. എന്ത് വരും? r ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൂടെ അല്ലെ. സോ എന്ത് ചെയ്യാം? ഞാൻ ശരി, ഇതിനെ ഞാൻ ചെറുതാക്കാൻ പോവാണ്. എന്താ വരിക? എനിക്ക് ഇതിന്റെ അകത്ത് 6 കോമൺ ആക്കി പുറത്തെടുക്കാം അല്ലെ. സോ ഞാൻ 6 എടുത്താൽ എന്താ വരിക? g ഡാഷ് ഈക്വൽ ടു g ഇൻറ്റു, സോ ഇവിടെ r സ്ക്വയർ ഉണ്ട്. സോ അതിന്റെ അകത്ത് r സ്ക്വയർ ആണ് ഞാൻ പുറത്തെടുക്കുന്നത്. എന്ത് വരും? ഒരു r സ്ക്വയർ മേലെയുണ്ട്, r സ്ക്വയർ താഴെയുണ്ട് അല്ലെ. സോ ബാക്കി എന്തുണ്ട്? ഒരു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് h ബൈ r ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലെ. 1 പ്ലസ് h ബൈ r ഹോൾ സ്ക്വയർ ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്തൊക്കെ കിട്ടും. സോ ഇത് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കും. സോ അങ്ങനെയാണെങ്കിൽ g ഡാഷ് ഈക്വൽ ടു എന്ത് പറയാം? g ഇൻറ്റു അല്ലെങ്കിൽ g ഡിവൈഡഡ് ബൈ എന്താണ്? 1 പ്ലസ് h ബൈ r ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലെ. സോ ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. g ഡാഷ് ഈക്വൽ ടു g ഡിവൈഡഡ് ബൈ 1 പ്ലസ് h ബൈ r ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈസ് വെരി മച്ച് ലെസ് ദാൻ r ആണെന്ന് വിചാരിക്കും അല്ലെ. അതായത് എർത്തിന്റെ റേഡിയസ് ആയി കൺസിഡർ ചെയ്യുമ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എർത്തിന്റെ റേഡിയസ് ഇപ്പൊ ഏകദേശം ഒരു 6400 ആണെന്ന് വിചാരിച്ചോ. ഹൈറ്റ് 2 കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ 6402 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഏകദേശം 600-400 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹൈറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ r ആണെങ്കിൽ എന്ത് പറയാം എനിക്ക്? g ഡാഷ് ഈക്വൽ ടു, ഞാൻ ഈ ടേമിന് എങ്ങനെ എഴുതി? g ഡാഷ് ഈക്വൽ ടു g ഇൻറ്റു 1 പ്ലസ് h ബൈ r ഹോൾ റേസ് ടു 1/2 അല്ലെ. ഇതിനിങ്ങനെ 1/2 എഴുതി, -1/2 എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ g ഡാഷ് ഈക്വൽ ടു അപ്രോക്സിമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇതൊരു ടൈപ്പ് ഓഫ് അപ്രോക്സിമേഷൻ ആണ്, നിങ്ങൾ പഠിക്കും. then g ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? r ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യനില് ഈ ഒരു അപ്രോക്സിമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇഫ് h ഈസ് വെരി മച്ച് ലെസ് ദാൻ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് മതി? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു കാര്യം തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? ഓക്കെ. അപ്പൊ ഇതാണത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി വേരിയേഷൻ ഓഫ് g വിത്ത് ഹൈറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മള് ഒരു 1 ലൈനിൽ പറയാണ് എന്താണ്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? വേരിയേഷൻ ഓഫ് g വിത്ത് ഡെപ്ത് ആണ് അല്ലെ. വേരിയേഷൻ ഓഫ് g വിത്ത് ഡെപ്ത് ആണ്. അപ്പൊ ഞാൻ നോക്കി, ഞാൻ എർത്തിന്റെ ഒരു ഫിഗർ കൂടി വരയ്ക്കുകയാണ്. ഓക്കെ. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പർട്ടിക്കുലർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈ ഡെപ്തിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ ലെങ്ത് നമുക്കറിയാം എത്രയാ? ക്യാപിറ്റൽ R ആണ്. സോ ഈ ലെങ്തോ d ആണ്. നമ്മുടെ പർട്ടിക്കുലർ ഡെപ്ത് ആണ്. ആ ഡെപ്തിൽ ഈ പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണം അല്ലെ. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? g അറ്റ് സർഫസ് ആണ്. സർഫസിലുള്ള ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എത്രയാണ്? gm ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ് അല്ലേ. ഓക്കെ. ദെൻ അടുത്തത് g അറ്റ് ഡെപ്ത് d. g അറ്റ് ഡെപ്ത് d. ഈ d എന്ന് പറഞ്ഞ ഡെപ്തിലുള്ള ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ് അല്ലെ. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എപ്പോഴും എവിടുന്നാണ്? സെന്റർ ഓഫ് ദ എർത്ത് മുതലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. സോ അപ്പൊ എന്താ വരിക? gm ഡാഷ് ആയിരിക്കും. കാരണം m സെയിം ആയിരിക്കുമോ? ഇല്ല. കാരണം ഇത്രയും പോർഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഈ പോയിന്റിലെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇത്രയും നമുക്ക് എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് നോക്കണം. ഇതിന്റെ മാത്രമാണ് എന്ത്? m ഡാഷ് എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ ആണ് എന്ത്? m എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ m ഡാഷ് ഡിവൈഡഡ് ബൈ r മൈനസ്, നമുക്ക് ഇത്രയും ലെങ്ത് മതി അല്ലെ. ഈ ലെങ്ത് വേണ്ട. സോ ഇത് എത്ര വരിക? ടോട്ടൽ r ആണ്, ഇത് d ആണ്. സോ അപ്പൊ ഇത് എത്ര വരും? r മൈനസ് d ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? r മൈനസ് d ഹോൾ സ്ക്വയർ വരും. സോ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇക്വേഷൻ നമ്പർ 2 ആണ് അല്ലെ.
സോ ഇനി എന്താ ഞാനൊരു കാര്യം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വാട്ട് ഈസ് എം? എം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ല, എന്താണ് 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ ആണ് അല്ലേ. സോ വാട്ട് ഈസ് എം ഡാഷ്? എം ഡാഷ് ഈക്വൽ ടു 4/3 പൈ ആറ് എത്രയായി ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് ആയി അല്ലെ ഇൻറ്റു റോ ആണ്. റോ മാറില്ല. റോ എന്താണ് സെയിം ആണ് അല്ലെ. എർത്തിന്റെ ഡെൻസിറ്റി എപ്പോഴും എന്തായിരിക്കും സെയിം ആയിരിക്കും, പക്ഷെ മാസ് ഡിഫറെന്റ് ആയിരുന്നേ ഉള്ളൂ. മാസ് ഡിഫറെന്റ് ആകാൻ കാരണം എന്താ, റേഡിയസ് മാറി അല്ലെ. സോ അത് ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ വരിക? ഓക്കെ, ഞാനപ്പം ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യാൻ പോവാണേ. എന്താ വരിക? വാട്ട് ഈസ് ഇക്വേഷൻ 2? g ഇൻറ്റു വാട്ട് ഈസ് എം ഡാഷ്? എം ഡാഷ് എന്ന് പറഞ്ഞാൽ 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് ഇൻറ്റു റോ അല്ലേ. എം ഡാഷ് ഡിവൈഡഡ് ബൈ എന്തുണ്ട്, ഒരു ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലേ. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് 1 എന്ന ഇക്വേഷൻ നമ്പർ 1? ജി എം ഡിവൈഡഡ് ബൈ ഓക്കെ എം എന്ന് പറഞ്ഞാൽ എത്രയാ? വാട്ട് ഈസ് എം? എം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ് റോ ഡിവൈഡഡ് ബൈ എന്തുണ്ട്, ഒരു ആർ സ്ക്വയറും ഉണ്ട് അല്ലേ. സോ ആർ സ്ക്വയറും ക്യൂബും കട്ട് ചെയ്ത് പോയി, ഇതും കട്ട് ചെയ്ത് പോയി അല്ലേ. റോ ഇവിടുന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ വേറെ എന്തൊക്കെ കട്ട് ചെയ്ത് വെക്കാം? 4/3 പൈ അല്ലേ. ജിയും കട്ട് ചെയ്ത് പോയി. സോ ബാക്കി എന്തുണ്ട് ഇവിടെ? ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു എന്താ വരിക? ഒരു ആർ മൈനസ് ഡി ഉണ്ട് അല്ലെ. ഇവിടെ ഒരു ക്യൂബ് പോയി കഴിഞ്ഞാൽ ഒരു ആർ മൈനസ് ഡി ഉണ്ട് ഡിവൈഡഡ് ബൈ ഇവിടെയോ ഇവിടെ ഒരു ആറും ഉണ്ടാവും അല്ലെ. ഡിവൈഡഡ് ബൈ ഒരു ആറും ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ അകത്ത് വാട്ട് ഈസ് ആർ ബൈ ആർ 1 ആണ്. വാട്ട് ഈസ് ഡി ബൈ ആർ? അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക അല്ലേ. ജി ഡാഷ് ബൈ ജി ആണ്. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് ജി ഡാഷ്? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ് അല്ലേ. ക്ലിയർ അല്ലേ? സോ ഈ ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്താ ചെയ്യുക, കുറയാണ് ചെയ്യുക അല്ലേ. 1 മൈനസ് ഡി ബൈ ആർ ആണ്. അപ്പോൾ ഡി കൂടുന്നതനുസരിച്ച് എന്ത് കുറയും? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കുറയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ ഗ്രാവിറ്റി എവിടേക്ക് ഉണ്ടാവുക? സർഫസിലായിരിക്കും. അപ്പോൾ സർഫസിന് മേലോട്ട് പോകുമ്പോഴും സർഫസിന് താഴോട്ട് വരുമ്പോഴും ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്താണ്? കുറയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നോക്കുക അറ്റ് വെൻ ഡി ഈസ് ഈക്വൽ ടു ആർ. ഡി ഈക്വൽ ടു ആർ ആണെന്ന് വിചാരിക്കുക. അതായത് ഡി എവിടെയാണുള്ളത്? ഡെപ്ത് എന്ന് പറയുന്നത് എവിടെയാണ്? റേഡിയസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം ബേസിക്കലി എന്താ ചോദിച്ചത്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ ആണ് ചോദിച്ചത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ജി ഡാഷ് എന്താ വരിക? ജി ഡാഷ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഡിക്ക് വരെ ആർ കൊടുക്കുക അല്ലേ. ആർ ബൈ ആർ 1 ആണ്. 1 മൈനസ് 1 0 വരും. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എത്ര വരും? 0 ആണ്. അറ്റ് സെന്റർ ഓഫ് എർത്ത്. ക്ലിയർ അല്ലേ? സെന്റർ ഓഫ് എർത്ത്. അപ്പോൾ റെഡി ആണല്ലോ. അപ്പോൾ ഡെപ്ത് മാറുമ്പോൾ എന്ത് മാറുന്നുണ്ട്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്തും പഠിച്ചു. സോ ലാസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? വേരിയേഷൻ ഓഫ് ജി വിത്ത് റൊട്ടേഷൻ ഓഫ് എർത്ത് ആണ്. നോക്കിക്കോളൂ. ഓക്കെ, എന്താണ് വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് ആണ് അല്ലെ. നമുക്കറിയാം എന്താ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വരിക അറ്റ് എ പർട്ടിക്കുലർ സ്പീഡ്, ആംഗുലർ സ്പീഡ് ഓഫ് ഒമേഗ. പോളാണ്, ഇക്വേറ്റർ ആണ് അല്ലെ. അപ്പൊ ഒരു ഒബ്ജക്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാണ്. സോ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇതിന്റെ സർഫസിലുള്ള ഒബ്ജക്റ്റ് എന്താവുന്നുണ്ട്? റൊട്ടേറ്റ് ആവുന്നുണ്ട്. സോ ആ റൊട്ടേഷൻ മീൻസ് പാർട്ടായിട്ട് എന്ത് സംഭവിക്കും? ആ ഒരു ഒബ്ജക്റ്റിന്റെ അപ്പാരന്റ് വെയിറ്റിന് ചേഞ്ച് വരാം. അതായത് റൊട്ടേഷന്റെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ അപ്പാരന്റ് വെയിറ്റിന് എന്ത് വരും? ചേഞ്ച് വരും അല്ലെ. എർത്തിന്റെ ഇപ്പൊ ഉള്ള റൊട്ടേഷന്റെ സ്പീഡ് എന്താണ്? കുറച്ചും കൂടി കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഉള്ള ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് എന്താണ്? ഡിഫറൻസ് വരാം അല്ലെ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? ദാറ്റ് ഈസ് ലാംഡ എന്ന് പറഞ്ഞ ആംഗിൾ മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ലാംഡ എന്ന് പറഞ്ഞ ആംഗിൾ എന്താണ്? ഇവിടെ ഉള്ള ഒബ്ജക്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ ആ ഒരു സർക്കുലർ മോഷന്റെ ട്രാക്കാണ് ഞാൻ ഇവിടെ കാണിച്ചത്. സോ അതിനെന്തുണ്ട്? ഒരു റേഡിയസ് ഉണ്ട്, ആർ എന്ന് പറയുന്ന സ്മോൾ റേഡിയസ് ഉണ്ട് അല്ലെ. സോ ഇതോ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ലാംഡ മീൻസ് ലാറ്റിറ്റ്യൂഡ് ആംഗിൾ ആണ്. ഇതാണ് ലാറ്റിറ്റ്യൂഡ് ആംഗിൾ അല്ലെ. ലാറ്റിറ്റ്യൂഡ് ആംഗിൾ ലാംഡ. സോ ലാംഡ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് ഓഫ് ദ പാത്ത് ഓഫ് ദ ബോഡി ആൻഡ് എന്താണ്? ദ റേഡിയസ് ഓഫ് എർത്ത് ആണ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ
കോസ് ലാംഡയാണ് അല്ലെ? കോസ് ലാംഡയാണ്. അപ്പം ആക്സിലറേഷൻ ഗ്രാവിറ്റി എങ്ങനെ ചേഞ്ച് ആവുന്നത്? ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ കോസ് ലാംഡയാണ്. സോ ഞാൻ അറ്റ് ഇക്വേറ്റർ അറ്റ് പോൾസ് അപ്പൊ പോൾസിലാണ് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചോ. പോൾസിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ എന്താ പ്രശ്നം? റേഡിയസ് ഇങ്ങോട്ടാണ് അല്ലെ? എർത്തിന്റെ റേഡിയസോ ഈ ഡയറക്ഷനിലാണ് അല്ലെ? അതായത് സ്മോൾ ആർ ഇങ്ങോട്ടും എർത്തിന്റെ റേഡിയസ് എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനാണ്. സോ ഇത് നമ്മൾ ആംഗിൾ എത്രയാണ് വരിക? 90 ഡിഗ്രിയാണ് വരിക അല്ലെ? സോ അങ്ങനെയാണ് അറ്റ് പോൾസിൽ ലാംഡ ഈക്വൽ ടു എത്രയാ? 0 ഡിഗ്രിയാണ് വരിക. സോ ജി ഡാഷ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അപ്പൊ കോസ് 90 0 ആണ് അല്ലെ? ഈ ടേം അങ്ങോട്ട് പോകും. ജി ഡാഷ് ഈക്വൽ ടു ജി ആയിരിക്കും അല്ലെ? അതായത് ഒരു ഒബ്ജക്റ്റ് പോളിലാണെങ്കിൽ എർത്തിന്റെ റൊട്ടേഷൻ കാരണം അതിന് എന്തുണ്ടാവില്ല? ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അതിന്റെ ആക്സിലറേഷൻ ഗ്രാവിറ്റിക്ക് ഒരു ചേഞ്ചും വരില്ല. അതാണ് ഇവിടെ പറഞ്ഞത് അല്ലെ? അറ്റ് പോൾസിൽ എത്ര സ്പീഡിൽ എർത്ത് കറങ്ങി കഴിഞ്ഞാലും അറ്റ് പോൾസിൽ എന്തായിരിക്കും? അതിന്റെ ആക്സിലറേഷൻ ഗ്രാവിറ്റി സെയിം ആയിരിക്കും. അതിന്റെ റീസൺ എന്താണ്? നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് അറ്റ് ഇക്വേറ്റർ ആണ്. അറ്റ് ഇക്വേറ്ററിലാണെങ്കിലോ ഇക്വേറ്ററിലാണെങ്കിൽ ആർ ഇങ്ങോട്ടാണ്, ക്യാപിറ്റൽ ആർ ഇങ്ങോട്ടാണ്, സ്മോൾ ആർ ഇങ്ങോട്ട് വരും. ഇവിടെയാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക അല്ലെ? സോ ആ സ്മോൾ ആർ എന്താണ്? ഈ ഡയറക്ഷനിലേക്കാണ് വരിക അല്ലെ? അപ്പൊ ആ സമയത്ത് ലാംഡ ഈക്വൽ എന്ത് വരും? 0 ഡിഗ്രി വരും. സോ ലാംഡ 0 ആണെങ്കിൽ ജി ഡാഷ് ഈക്വൽ ടു എന്ത് വരും? ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ ആയിരിക്കും. കാരണം കോസ് 0 1 ആണ് അല്ലെ? സോ അപ്പൊ ഇക്വേറ്ററിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് ഡിഫറൻസ് വരും എപ്പം? എർത്തിന്റെ റൊട്ടേഷൻ സ്പീഡ് ചേഞ്ച് ആവുമ്പോൾ അല്ലെ? ഞാൻ സപ്പോസ് പറയാം എർത്തിന്റെ റൊട്ടേഷന്റെ സ്പീഡ് കൂടി എന്ന് വിചാരിക്കുക. അതായത് ഒമേഗയുടെ സ്പീഡ് കൂടി, ഒമേഗ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? അവിടുത്തെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്താണ്? കുറയാണ് ചെയ്യുക. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കുറയുമ്പോൾ ഇക്വേറ്ററിലുള്ള ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്താണ്? കുറയും അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കുക, എർത്തിന്റെ ഇക്വേറ്ററിൽ നിന്ന് ഒരാൾ നിൽക്കുകയാണ്. സോ എർത്തിന്റെ സ്പീഡ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്താണ്? കൂടി കഴിഞ്ഞാൽ അയാളെ വെയിറ്റ് എന്താവും? തന്നെ കുറയും. സോ അതാണ് എന്ത് ഇവിടുത്തെ ലോജിക് അല്ലെ? ഇഫ് ഒമേഗ ഈസ് ഇൻക്രീസസ് എന്താണ്? ജി ഡിക്രീസ്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? റൊട്ടേഷൻ ഓഫ് ജി ഡ്യൂ ടു വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് ആണ്. ക്ലിയർ അല്ലേ? സോ പോൾസിൽ എന്തുണ്ടാവില്ല? ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എന്താണ്? അറ്റ് വാട്ട് ഡെപ്ത് എക്സ് അല്ലെ ഫ്രം എർത്ത് സർഫസ് ദ വാല്യൂ ഓഫ് ജി വിൽ ബിക്കം 1/4 ഓഫ് ഇറ്റ്സ് വാല്യൂ ഓഫ് എർത്ത് സർഫസ് അല്ലെ? അതായത് ഏത് ഒരു പർട്ടിക്കുലർ ഡെപ്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ ആ ഡെപ്തിന്റെ പ്രത്യേകത ഉണ്ട് അല്ലെ? ഡെപ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ അതായത് ഒരു പർട്ടിക്കുലർ ഡെപ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ? സോ ഈ പോയിന്റ് പ്രത്യേകത എന്താണ്? ഈ പോയിന്റില് എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ 1/4 ആയിരിക്കും അല്ലെ? ഈ പോയിന്റ് എത്രയായിരിക്കും? 1/4 ആയിരിക്കും എന്ത് വരിക? ഇതിന്റെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ചോദിക്കുക അല്ലെ? ഇവിടുത്തെ ജി ആണെങ്കിൽ ഈ പോയിന്റ് എത്രയായിരിക്കും? 9/4 ആയിരിക്കും. അങ്ങനെയുള്ള ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലെ? നമുക്കറിയാം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് എർത്ത് ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ജി ഡാഷ് എന്ന് പറഞ്ഞാൽ അറ്റ് പർട്ടിക്കുലർ ഈ ഒരു ഡെപ്തിലുള്ള ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ്. എന്താണ്? ജി ഇൻറ്റു 1 - നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ അല്ലെ? ജി ഇൻറ്റു 1 - d/r ആണ്. ക്ലിയർ അല്ലേ? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r ആണ് അല്ലെ? വാട്ട് ഈസ് ജി ഡാഷ്? ഇവിടെ എന്താണ്? ജി ഇൻറ്റു 1 - d എന്ന് പറഞ്ഞാൽ എത്രയായി? എക്സ് ആയി അല്ലെ? എക്സ് ഡെപ്തിലാ. എക്സ് ഡെപ്തിൽ വന്നപ്പം ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്തായെന്ന് പറഞ്ഞേ? നമ്മുടെ സർഫസിലെ ഗ്രാവിറ്റിയുടെ 1/4 ആയെന്ന് പറഞ്ഞത്. സോ അങ്ങനെ വരും. ജി ഡാഷ് എപ്പം എന്ത് വരും? g/4 ആണ് അല്ലെ? സോ ജിയും കട്ട് ചെയ്ത് പോയി. സോ എന്ത് വരും? 1/4 ഈക്വൽ ടു 1 - x ഡിവൈഡഡ് ബൈ r ആണ്. ക്ലിയർ അല്ലേ? സോ ഇതിനകത്ത് എന്ത് ചെയ്യണം? എക്സ് സോൾവ് ചെയ്യണം അല്ലെ? സോ x/r ഈക്വൽ ടു എക്സിന് എപ്പത്തേക്കും ഈ ടേമിന് എപ്പത്തേക്ക് എടുത്താൽ എന്ത് വരും? 1 - 1/4. സോ ഇതിനകത്ത് x/r ഈക്വൽ ടു എന്ത് പറയാം? 3/4 എന്ന് പറയാം. സോ വാട്ട് ഈസ് എക്സ്? എക്സ് ഈക്വൽ ടു 3/4 ഇൻറ്റു r ആണ് അല്ലെ? അപ്പൊ എത്ര ആൻസർ വരിക? 3/4 ഇൻറ്റു വാട്ട് ഈസ് r? r is 6400 കിലോമീറ്റർ ആണ് അല്ലെ? സോ അങ്ങനെ എന്ത് വരും? അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാല് 1 ടൈം 24 6 ടൈം അല്ലെ? സോ 3 ഇൻറ്റു 1600 വരും. സോ ഒക്കെ എത്ര വരും? 4800 കിലോമീറ്റർ ആണ് വരിക അല്ലെ? അപ്പൊ സർഫസ് അല്ലെ സെന്ററിന്ന് 4800 കിലോമീറ്റർ ഈ പോയിന്റ് എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതിനൊരു
അതിന്റെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി g/4 ആവുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ മാൻ വെയ്റ്റ്സ് എത്രയാ? 80 കിലോഗ്രാം ഓൺ സർഫസ്, എർത്ത് സർഫസ് അല്ലെ. എർത്തിന്റെ സർഫസിൽ അയാളെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 80 കിലോഗ്രാം ആണ് അല്ലെ. സോ ഞാനിപ്പം എം എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ എം ജി ആണ് അയാളെ വെയിറ്റ്. എന്താണ്? 80 കിലോഗ്രാം എന്ന് പറയുന്നത് അല്ലെ. ഇക്വേഷൻ നമ്പർ 1 ആണ്. ദെൻ എന്താ പറഞ്ഞത്? ദ ഹൈറ്റ് അബൌവ് ദ ഗ്രൗണ്ട് വേർ ഹി വിൽ വെയിറ്റ് എന്താണ് 40 കിലോഗ്രാം അല്ലെ. അതായത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ അയാളെ വെയിറ്റ് എന്താണ്? 40 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചത്. എന്തുകൊണ്ടാണ് അയാളെ വെയിറ്റ് ഹൈറ്റ് കൂടുമ്പോൾ കുറയാൻ കാരണം? ഹൈറ്റ് കൂടുമ്പോൾ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക അല്ലെ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എം ജി ഡാഷ് ഈക്വൽ എത്രയാ? ദാറ്റ് ഈസ് 40 ആണ് തന്നത് ആണല്ലോ. ഓക്കെ. ദെൻ അങ്ങനെയാണ് എനിക്ക് എന്ത് പറയാം? ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എന്ത് വരൂ? എം ജി ഡാഷ് ബൈ എം ജി. എമ്മിന് മാറ്റം ഉണ്ടാവുമോ? കാരണം എന്താ? മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. മാസിന് എന്തുണ്ടാവില്ല? ഡിഫറൻസ് ഉണ്ടാവില്ല. സോ ഇതിൽ ഒന്നുമില്ല. ഈക്വൽ ടു എന്ത് വരും? 40/80 കഴിഞ്ഞാൽ 1/2 അല്ലേ. സോ എം കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1/2. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ എന്താ ജി ഡാഷിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ജി ഡാഷ്? ജി ഡാഷ് ഈക്വൽ ടു എന്താ പഠിച്ചത്? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു അല്ലെങ്കിൽ ജി ഡിവൈഡഡ് ബൈ എന്ത് പറയാം? 1 + h/r ഹോൾ സ്ക്വയർ ആണ് അല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക? ഇക്വേഷൻ ഇവിടെ എന്ത് വരും? ജി ഡാഷ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ജി ഡിവൈഡഡ് ബൈ 1 + h/r ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു g/2 എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇതും കട്ട് ചെയ്തു പോകും. സോ അങ്ങനെയാണെങ്കിൽ 1/h/r ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2. ഇവിടെ ന്യൂമറേറ്റർ രണ്ടും 1 ആ. സോ അപ്പൊ ഡിനോമിനേറ്റർ ഈക്വൽ ആയിരിക്കണ്ടേ അല്ലെ. അപ്പൊ എന്താ വരിക? 1 + h/r ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 എഴുതി കൂടെ എനിക്ക് അല്ലെ. സോ അപ്പൊ എന്ത് വരും? 1 + h/r ഈസ് ഈക്വൽ ടു ഈ സ്ക്വയർ എന്താവും? ഇപ്പഴത്തേക്ക് പോകുമ്പോൾ റൂട്ട് ആവും. √2 വന്ന് ദെൻ 1 അല്ലെങ്കിൽ 1 h/r ഈക്വൽ ടു ഈ 1 എന്താണ്? ഇപ്പഴത്തേക്ക് പോകും അല്ലെ. ദാറ്റ് ഈസ് √2 - 1 വരും. വാട്ട് ഈസ് √2 - 1? √2ന്റെ വാല്യൂ എത്രയാ? 1.414 ആണ് അല്ലെ. സോ 1.414 - 1 ചെയ്ത് കഴിഞ്ഞാല് 0.414. ക്ലിയർ ആണല്ലോ അല്ലെ. സോ അതിനകത്ത് h ഈക്വൽ എന്ത് കിട്ടും? 0.414 ഇൻറ്റു r ആണ് അല്ലെ. സോ എന്ത് ചെയ്താൽ മതി? 6400 ഇൻറ്റു 0.414 കണ്ടാൽ മതി അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ പർട്ടിക്കുലർ ഹൈറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. വളരെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ലോജിക്ക് കിട്ടുക, ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.